നോക്കൂ, നൈവേദ്യം അർപ്പിക്കുന്നത് എന്തിനാണ് എന്ന ഈ ചോദ്യം. നമ്മൾ എല്ലാ ദൈവങ്ങൾക്കും ഒരേ തരത്തിലുള്ള നൈവേദ്യം അർപ്പിക്കുന്നില്ല. അത് വളരെ വ്യത്യസ്തമാണ്. അതിന് പിന്നിൽ ഒരു വലിയ ശാസ്ത്രം തന്നെയുണ്ട്. ഇലയാണെങ്കിലും പൂക്കളാണെങ്കിലും പഴങ്ങളാണെങ്കിലും ഭക്ഷണമാണെങ്കിലും ഒന്നുകിൽ അതിനെ വർദ്ധിപ്പിക്കാൻ അല്ലെങ്കിൽ അതിനെ സ്വീകരിക്കാൻ, രണ്ടും സാധിക്കും. രണ്ടു തരം നൈവേദ്യം. അവർക്ക് ഭക്ഷണം കഴിക്കണം. ദൈവം എങ്ങനെ ഭക്ഷണം കഴിക്കും? അതിങ്ങനെയാണ്. അതിനൊരുപാട് വശങ്ങളുണ്ട്. ഞാൻ അതിലേക്കെല്ലാം പോയാൽ അത് നിങ്ങൾക്ക് ഉൾക്കൊള്ളാനാവില്ല. പക്ഷേ ലളിതമായൊരു കാര്യം ഒന്ന് ഭക്തിയാണ്. അതിന് പിന്നിലൊരു ശാസ്ത്രമുണ്ട്. പക്ഷേ അടിസ്ഥാനപരമായത് ഭക്തിയാണ്. ഉദാഹരണത്തിന് നിങ്ങളുടെ വീട്ടിലേക്ക് അതിഥി വന്നാൽ നാം ഇവിടെ നോക്കൂ, നിങ്ങളിത് മനസ്സിലാക്കണം. ഇന്ത്യ ദൈവമില്ലാത്ത രാജ്യമാണ്. നിങ്ങൾക്കത് ഇഷ്ടപ്പെട്ടില്ലേ? ദൈവമില്ലാത്ത രാജ്യമെന്ന് ഞാൻ പറയുമ്പോൾ ദൈവം എന്നത് നമ്മുടെ സൃഷ്ടിയാണെന്ന് വ്യക്തമായി മനസ്സിലാക്കുന്ന ഒരേ ഒരു സംസ്കാരമാണിത്. ബാക്കി എല്ലാവരും കരുതുന്നത് ദൈവം അവരെ സൃഷ്ടിച്ചുവെന്നാണ്. ഇവിടെ നമുക്കറിയാം നമ്മളാണ് ദൈവത്തെ സൃഷ്ടിച്ചതെന്ന്. ഈ രാജ്യത്ത് ദൈവത്തെ സൃഷ്ടിക്കുന്നതിനുള്ള ഒരു വലിയ സാങ്കേതിക വിദ്യ തന്നെയുണ്ട്. അതിലൂടെ നിങ്ങൾക്കിഷ്ടമുള്ള ദൈവത്തെ സൃഷ്ടിക്കാം. അങ്ങനെ നമുക്കിന്ന് 33 കോടി ദൈവങ്ങളും ദേവതകളും ഉണ്ട്. പക്ഷെ അത് സംഭവിച്ചത് നമ്മുടെ ജനസംഖ്യ 33 കോടിയായിരുന്നപ്പോഴാണ്. അതിനുശേഷം യൂറോപ്യന്മാരും മറ്റു പലരും വന്ന് നമ്മുടെ ഉള്ളിൽ നമ്മുടെ ദൈവങ്ങളെക്കുറിച്ചുള്ള പ്രൗഢി ഇല്ലാതാക്കിയപ്പോൾ നമ്മുടെ ഭാവനാശക്തി നമുക്ക് നഷ്ടപ്പെട്ടു. നാം ദൈവങ്ങളുടെ എണ്ണം കുറയ്ക്കാൻ തുടങ്ങി. പക്ഷേ എല്ലാ വീട്ടിലും കുറഞ്ഞത് 25 ദൈവങ്ങളെങ്കിലും ഉണ്ടാവും. അതിനും താഴെ പോകില്ല, കുറഞ്ഞത് 25 എണ്ണമെങ്കിലും. അതിൽ കുറഞ്ഞാൽ നമുക്ക് അതൊരു നാണക്കേടാണ്. ഇപ്പോൾ അടിസ്ഥാനപരമായി മുകളിലൊരു ദൈവമുണ്ട് എന്നത് ഒരു പാശ്ചാത്യ ചിന്തയാണ്. പാശ്ചാത്യമെന്ന് ഞാൻ പറയുമ്പോൾ ഇന്ത്യക്ക് പടിഞ്ഞാറുള്ളതെല്ലാം നമുക്ക് പാശ്ചാത്യമാണ്. അതിൽ പാകിസ്ഥാനും ഉൾപ്പെടുന്നു. അപ്പോൾ അടിസ്ഥാനപരമായി അത് ഇവിടെ നമ്മൾ അതിനെ അങ്ങനെ നോക്കിക്കണ്ടിട്ടില്ല. ഇവിടെ നാം പറഞ്ഞു, നിങ്ങൾക്കിഷ്ടമുള്ള അത്രയും ദൈവങ്ങളെ നിങ്ങൾക്ക് സൃഷ്ടിക്കാം. ഒരു വീട്ടിൽ തന്നെ ആളുകൾ 25 ദൈവങ്ങളെ ആരാധിക്കുന്നു. ഇന്ത്യയിലെ വീടുകൾ കണ്ടിട്ടുണ്ടോ? എങ്ങനെയാണ് 25 ദൈവങ്ങളെ ആരാധിക്കുന്നത്? നിങ്ങളുടെ വീടിന് വലിപ്പമില്ലാത്തത് കൊണ്ടാണ് 25 ദൈവങ്ങൾ, അല്ലെങ്കിൽ അവിടെ 2500 ദൈവങ്ങൾ ഉണ്ടാകും. ദൈവത്തെ സൃഷ്ടിക്കുന്ന ആ ശാസ്ത്രവും സാങ്കേതിക വിദ്യയും അവർക്കറിയാം. നാം ഇത് മനസ്സിലാക്കി. അതായത് ഈ അസ്തിത്വം എന്നത് ഒരേ ഊർജം തന്നെയാണ് എല്ലായിടത്തും. അതൊരു പാറയാകാം, ഒരു മരമാകാം, ഒരു പൂവാകാം, ഒരു പഴമാകാം, ഒരു മൃഗമാകാം, പക്ഷിയാകാം, ഒരു മനുഷ്യനുമാകാം. അപ്പോൾ ഒരു കല്ലിന് മനുഷ്യനാക്കാൻ കഴിയുമെങ്കിൽ നോക്കൂ, മണ്ണായിരുന്നത് അവിടെ മണ്ണായിരുന്നത് ഭക്ഷണമായി മാറി. ആ ഭക്ഷണം ഇവിടെ മഹാനായ അലക്സാണ്ടറായിരിക്കുന്നു. ശരിയല്ലേ? അല്ലേ? അങ്ങനെയല്ലേ? ഞാൻ ഇന്നലെ അതിനു മുകളിലൂടെ നടക്കുകയായിരുന്നു. ഇന്നത് മഹാനായ അലക്സാണ്ടറായി ഇവിടെയിരിക്കുന്നു. പഴയ മഹാനായ അലക്സാണ്ടർ ഇപ്പോൾ മണ്ണായി അവിടെയുണ്ട്. ശരിയല്ലേ? അപ്പോൾ മണ്ണിന് അലക്സാണ്ടറായി മാറാൻ കഴിയുമെങ്കിൽ നമുക്കതിനെ മറ്റെന്തെങ്കിലുമാക്കി മാറ്റിക്കൂടെ? നാം ഇത് മനസ്സിലാക്കി. ഇതാണ് പ്രതിഷ്ഠാപനത്തിന്റെ ശാസ്ത്രം. ഈ മണ്ണിന് ഒരു മനുഷ്യനായി മാറാൻ കഴിയുമെങ്കിൽ, ഒരു മരമായി മാറാമെങ്കിൽ, ഒരു പൂവോ പഴമോ ആയി മാറാമെങ്കിൽ, ആവശ്യത്തിന് പരിവർത്തനം സൃഷ്ടിച്ചാൽ അത് ദൈവികമായ ഒന്നായി മാറും. അത് ദൈവികമായൊരു സാന്നിധ്യമാകും. ഇതാണ് പ്രതിഷ്ഠാപനത്തിന്റെ ശാസ്ത്രം. അങ്ങനെ ആളുകൾ വിവിധ തരത്തിലുള്ള ദൈവങ്ങളെ സൃഷ്ടിക്കാൻ തുടങ്ങി. ഓരോ ലക്ഷ്യങ്ങൾക്കും ഓരോ തരം ദൈവങ്ങൾ. ഇതൊരു വിശ്വാസ സമ്പ്രദായമല്ല. നിങ്ങൾ ക്ഷേത്രങ്ങളിൽ പോയിട്ടുണ്ടോ? നിങ്ങൾ ധ്യാനലിംഗത്തിൽ ചെന്നിരിക്കൂ. അതെങ്ങനെയാണ് അനുഭവപ്പെടുന്നത്? ഭൈരവി ക്ഷേത്രത്തിൽ പോയാൽ അനുഭവപ്പെടുന്നത് വളരെ വ്യത്യസ്തമാണ്. ആദിയോഗി ആലയത്തിനുള്ളിൽ ചെന്നിരിക്കൂ, വളരെ വ്യത്യസ്തമാണ്. കാരണം ഇവയെല്ലാം വ്യത്യസ്തമായി പ്രതിഷ്ഠിച്ചതാണ്. ഒരേ ഊർജത്തിന്റെ വ്യത്യസ്ത തരത്തിലുള്ള ആവിഷ്കാരങ്ങളാണവ. ഇപ്പോഴും അതൊന്നു തന്നെയാണ്. ഒരേ ഊർജം തന്നെയാണ് ഒരു കല്ലായും മരമായും പൂവായും പഴമായും പക്ഷിയായും മൃഗമായും ഒരു മനുഷ്യനായും ആവിഷ്കാരം കണ്ടെത്തുന്നത്. അതിന്റെ സൂക്ഷ്മമായ സാധ്യതയിലേക്ക് നിങ്ങളതിനെ കൊണ്ടുപോകുമ്പോൾ അത് ദൈവികമാകുന്നു. അപ്പോൾ ഇവിടെ
ദൈവം താഴേക്ക് ഇറങ്ങി വരാൻ നാം കാത്തു നിൽക്കുന്നില്ല. നമുക്കിഷ്ടമുള്ള ദൈവങ്ങളെ നമ്മൾ തന്നെ സൃഷ്ടിക്കും. ഇപ്പോഴും നമുക്ക് ആ സ്വാതന്ത്ര്യമുണ്ട്. അതായത് ഇപ്പോഴുള്ള ആവിഷ്കാരങ്ങളെ നമുക്കിഷ്ടമല്ലെങ്കിൽ നമുക്ക് പുതിയ ദൈവങ്ങളെ ഉണ്ടാക്കാം. അതാണ് ഇഷ്ടദേവത. നിങ്ങൾക്ക് നിങ്ങളുടേതായി ദൈവത്തെ സൃഷ്ടിക്കാം. മറ്റെവിടെയും ഈ ഒരു സ്വാതന്ത്ര്യമില്ല. ഇതാണ് ഏറ്റവും വലിയ ജനാധിപത്യം. ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ദൈവത്തെപ്പോലും സൃഷ്ടിക്കാം. മറ്റെവിടെയാണ് ആളുകൾക്ക് അത്തരമൊരു സ്വാതന്ത്ര്യമുള്ളത്? അവർ പറയുന്ന ദൈവത്തെ നിങ്ങൾ വിശ്വസിക്കണം, അല്ലെങ്കിൽ അവർ നിങ്ങളെ കൊല്ലും. അപ്പോൾ എന്തിനാണ് നൈവേദ്യം അർപ്പിക്കുന്നത് എന്ന ഈ ചോദ്യം? എല്ലാ ദൈവങ്ങൾക്കും ഒരേ തരത്തിലുള്ള നൈവേദ്യമല്ല അർപ്പിക്കുന്നത്. അത് വളരെ വ്യത്യസ്തമാണ്. ആ ഊർജത്തിന് എന്താണോ ആവശ്യം അതാണ് നാം അർപ്പിക്കുന്നത്. ഉദാഹരണത്തിന് ധ്യാനലിംഗത്തിൽ അർപ്പണങ്ങളില്ല. ധ്യാനലിംഗത്തിനൊന്നും ആവശ്യമില്ല. അടുത്ത 1000 വർഷം ആ ക്ഷേത്രത്തിലേക്ക് ആരെങ്കിലും പ്രവേശിച്ചാലും ഇല്ലെങ്കിലും ധ്യാനലിംഗത്തിനൊരു മാറ്റവും ഉണ്ടാകില്ല. അദ്ദേഹം അവിടെ തന്നെ അങ്ങനെയിരിക്കും. അദ്ദേഹം ഒരു യോഗിയാണ്. അദ്ദേഹത്തിന് ആരുടെ ശ്രദ്ധ ആവശ്യമില്ല. എന്നാൽ ഭൈരവി അങ്ങനെയല്ല. എല്ലാ ദിവസവും നമ്മൾ അവൾക്ക് സമർപ്പണങ്ങൾ നടത്തണം, അവളെ പരിപാലിക്കണം. നിങ്ങൾ അവളെ പരിപാലിച്ചില്ലെങ്കിൽ ആദ്യം അവൾ കോപിക്കും, അതിനുശേഷം അവൾ മാഞ്ഞുപോകും. അവൾ ദേഷ്യത്തിലാണെങ്കിൽ ഞാനിവിടെ ഉണ്ടാകില്ല. അപ്പോൾ ഇവയെല്ലാം വ്യത്യസ്തമായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്നു. ഓരോ മൂർത്തിക്കും ഓരോ തരത്തിലുള്ള നൈവേദ്യമുണ്ട്. അത് ആ ഊർജത്തെ പിന്തുണയ്ക്കുകയും വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. അപ്പോൾ അതിനു പിന്നിലൊരു വലിയ ശാസ്ത്രമുണ്ട്. ഒരിലയാകട്ടെ, പൂവാകട്ടെ, പഴമാവട്ടെ, ഭക്ഷണമാകട്ടെ, ഇതെല്ലാം ഓരോ മൂർത്തിക്കും ഓരോ തരത്തിലാണ്. ഇന്ന് ഒരുപാട് ആളുകൾ അവർക്കറിയാവുന്ന എന്തെങ്കിലുമൊക്കെ ചെയ്തു കൂട്ടുന്നു. പക്ഷെ നിങ്ങൾ ഈ പാരമ്പര്യത്തിലേക്ക് നോക്കിയാൽ ഓരോ മൂർത്തിക്കും എന്താണ് നൽകേണ്ടത് എന്ന് വ്യക്തമായി നിർവചിച്ചിട്ടുണ്ട്. കാരണം ഓരോ വസ്തുവിനും അതിൻ്റെതായ പ്രകമ്പനമുണ്ട്. നിങ്ങൾ ഈ മുളയുടെ ഇല നിങ്ങളെടുത്ത് കയ്യിൽ വെച്ചാൽ അത് എങ്ങനെ അനുഭവപ്പെടുന്നുവെന്ന് നോക്കുക. നിങ്ങൾ മറ്റൊരു ഇലയെടുത്ത് കയ്യിൽ വെച്ചാൽ അതെങ്ങനെ അനുഭവപ്പെടുന്നുവെന്ന് കാണുക. ഓരോ ഇലയും ഓരോ മരവും വ്യത്യസ്തമായി അനുഭവപ്പെടും. നിങ്ങൾക്ക് സംവേദനത്വമുണ്ടെങ്കിൽ. നിങ്ങൾക്ക് സംവേദനത്വമില്ലെങ്കിൽ നിങ്ങളതറിയില്ല. നിങ്ങൾക്കിതെല്ലാം തന്നെ അവഗണിക്കാം. അതിനാൽ ഒരു മൂർത്തിക്ക് നാം സമർപ്പിക്കുന്നത് ഒരു പ്രത്യേക രീതിയിൽ ചിട്ടപ്പെടുത്തിയതാണ്. അത് ആ ഊർജത്തെ വർദ്ധിപ്പിക്കുന്നു, അതിനെ പിന്തുണയ്ക്കുന്നു. ഒന്നുകിൽ അതിനെ വർദ്ധിപ്പിക്കാൻ, അല്ലെങ്കിൽ അതിനെ സ്വീകരിക്കാൻ. അങ്ങനെ 2 തരത്തിലുള്ള നൈവേദ്യങ്ങളുണ്ട്. ഒന്ന് ദൈവത്തിന് നൽകുന്നതാണ്, മറ്റൊന്ന് അവിടെ വച്ചതിന് ശേഷം അത് തിരികെ ആളുകൾക്ക് നൽകുന്നു. അങ്ങനെ 2 തരത്തിലുള്ള നൈവേദ്യങ്ങളുണ്ട്. ഒന്ന് നിങ്ങൾക്കും മറ്റൊന്ന് മൂർത്തിക്കുമാണ്. ഒന്നാ ഊർജത്തെ വർദ്ധിപ്പിക്കാൻ, അത് നിങ്ങളുടെ സംഭാവനയാണ്. മറ്റൊന്നാ ഊർജത്തെ സ്വീകരിക്കാനാണ്. അങ്ങനെ ആ ഊർജം നിങ്ങൾക്ക് വീട്ടിലേക്ക് കൊണ്ടുപോകാം. അപ്പോൾ ഈ 2 വശങ്ങളുണ്ട്. അത് വളരെ വലിയൊരു ശാസ്ത്രമാണ്.